നമസ്കാരം, ടിൻഡു തോമസ് ആണ്. ഇന്ന് നമുക്ക് വിട്രിഫൈഡ് ടൈൽസിൽ എന്തൊക്കെ ഫിനിഷാണ് വരുന്നത്, ഏതൊക്കെ ഫിനിഷുകൾ വരുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ ഏരിയയിലേക്ക് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ടിൽ നമ്മളിപ്പോൾ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈലാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് വെയിലും മഴയും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് കളർ ഫെയ്ഡ് ആകാതെ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ടൈലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽ തന്നെയാണ് സിറ്റ് ഔട്ടിലും സ്റ്റെപ്പിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഗ്ലോസിയിൽ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ മാറ്റ് ഫിനിഷിൽ അവൈലബിൾ ആണ്, പിന്നെ റസ്റ്റിക് ഫിനിഷിൽ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഒട്ടും തന്നാതിരിക്കാൻ വേണ്ടിയിട്ട് റസ്റ്റിക് ഫിനിഷിൽ നമുക്ക് എടുക്കാം എന്ന്, റസ്റ്റിക് ഫിനിഷുകളുടെ ടൈൽസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ട് റസ്റ്റിക് യൂസ് ചെയ്യാതെ നോർമൽ മാറ്റ് ഫിനിഷ് യൂസ് ചെയ്താലും സിറ്റ് ഔട്ടിൽ നമുക്കത് ഓക്കെയാണ്. ലെപ്പോത്ര ഗ്രാനൈറ്റിനൊക്കെ പകരം നമുക്ക് മാറ്റ് ഫിനിഷിലുള്ള ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈലോ, ഈവൻ കുട്ടികളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്ലോസി ആയാലും കുഴപ്പമൊന്നുമില്ല, ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽ അത്രയും നമുക്ക് തരത്തില്ല, പിന്നെ ക്ലീനിങ്ങും കുറച്ചും കൂടെ ഈസിയാണ്. അപ്പം ഗ്ലോസി അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സിറ്റ് ഔട്ടിലേക്കോ അല്ലെങ്കിൽ സ്റ്റെപ്പിലേക്കോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് 15 mm തിക്നെസ്സിൽ നമുക്ക് സ്ലാബ്സിൽ അവൈലബിൾ ആണ്. 10 അടിയും 8 അടി, 10 അടി നീളത്തിലും അവൈലബിൾ ആണ്, 8 അടി നീളത്തിലും നമുക്കത് അവൈലബിൾ ആണ്. അപ്പം ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽ നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിലും സ്റ്റെപ്പിലും ഉപയോഗിക്കാം. അത് ഇപ്പോൾ സിമ്പിൾ ഡിസൈനും അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലും നമുക്ക് അകത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ സെയിം ടൈൽസ് തന്നെ നമുക്ക് ലിവിങ് ഡൈനിങ് ഏരിയയിലൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അങ്ങനത്തെ ക്ലയൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അല്ല, നമ്മൾക്കിപ്പം ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് നമുക്ക് പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ, പ്രീമിയം ടൈൽസ് ആയതുകൊണ്ട് തന്നെ 100 above ആണ് റേറ്റ് വരുന്നത്. അത് സൈസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് റേറ്റ് കൂടി 150 above 200 above ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഡൈനിങ്ങിലേക്ക് നമ്മൾക്ക് കയറുമ്പോൾ ലിവിങ് ഡൈനിങ്ങിൽ നമ്മൾക്ക് അത്രയും കോസ്റ്റ്ലി പോകാതെ നമ്മൾക്ക് സ്ലാബ് ടൈപ്പിലുള്ള GVT ടൈൽസോ അതേപോലെ അങ്ങനത്തെ നമ്മൾക്ക് കുറച്ച് കോസ്റ്റ് കുറവുള്ള ടൈൽസ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ GVT ആണെങ്കിലും സ്ലാബുകളിലേക്കും വലിയ സൈസ് വലുതാകുന്നതിനനുസരിച്ചിട്ട് ഉറപ്പായിട്ട് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ റേറ്റ് കുറവുള്ള 4x2 ടൈൽസോ 2x2 ടൈൽസോ ഈവൻ അതല്ലാതെ 6x4 സൈസിലുള്ള ടൈൽസോ സ്ലാബ് ടൈപ്പ് അതൊക്കെ നമുക്ക് ഇത്രയും ഫുൾ ബോഡിയുടെ അത്രയും കോസ്റ്റ്ലി അല്ലാത്ത കുറച്ച് മാർബിൾ പ്രിൻറ്റുള്ള ടൈൽസാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ലിവിങ് ഡൈനിങ്ങിലൊക്കെ യൂസ് ചെയ്യാം. അത് തന്നെ നമുക്ക് ബെഡ്റൂംസിലേക്കും യൂസ് ചെയ്യുന്നവരുണ്ട്. ബാക്കി എല്ലാ ഫ്ലോറും സിമ്പിളായിട്ട് ഒറ്റ ഡിസൈൻ തന്നെ ഇട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാറ്റി വേണമെന്നില്ല, അത് ഗ്ലോസി ഫിനിഷ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമുക്ക് പ്രായമുള്ള ആളുകൾ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സാറ്റിൻ ഫിനിഷ് അല്ലെങ്കിൽ കാർവിംഗ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോസിയും മാറ്റും കൂടെ മിക്സ് ചെയ്ത ഫിനിഷാണ് വരുന്നത്, കാർവിംഗ് ഫിനിഷ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്ലോസി പോലത്തെ ഒരു ഫീൽ കിട്ടും. ചെറിയൊരു ഗ്ലോ ഉണ്ടാവും, എന്നാൽ തെന്നത്തുമില്ല. അപ്പോൾ ആ ഒരു ഫീലിൽ വരുന്ന പുതിയ ടൈപ്പ് ടൈൽസാണ് വരുന്നത്. കാർവിംഗ് ഫിനിഷ് അല്ലെങ്കിൽ സാറ്റിൻ മാറ്റ് ഫിനിഷിലുള്ള ടൈൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്ലോസി, അതായത് റിഫ്ലക്ഷൻ, ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വേണം, കുറച്ച് നമുക്ക് അങ്ങനെ കുറച്ച് ട്രെൻഡ് അങ്ങനെ തോന്നണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലോസി ഫിനിഷിലേക്ക് തന്നെ പോകാവുന്നതാണ്. പിന്നെ കിച്ചൺ വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലിവിങ്ങിൽ ഡൈനിങ്ങിൽ ഇടുന്ന ടൈൽസ് തന്നെ നമ്മൾ ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ ഇട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ ചുരുങ്ങിയതായിട്ട് ഫീൽ ചെയ്യും. രണ്ട് ടൈപ്പിലുള്ള ഡിസൈൻസ് വരും. ഓപ്പൺ കിച്ചണുള്ള വീടാണെന്നുണ്ടെങ്കിൽ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഇടുന്ന ടൈൽസ് തന്നെ നമ്മൾ ഓപ്പൺ കിച്ചണിലും കൂടി ഇട്ട് പോവുക. എൻ്റെ ചോയ്സാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ ആർക്കിടെക്റ്റോ ഇൻറ്റീരിയർ ഡിസൈനേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പം ഈ സെയിം ടൈൽ തന്നെ ബെഡ്റൂമിലേക്ക് ഇടുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ലിവിങ്ങിലും ഡൈനിങ്ങിലും ഉള്ള സെയിം കോസ്റ്റ് ബെഡ്റൂംസിലേക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മാച്ച് ചെയ്യുന്ന ഡിസൈനിലുള്ള ടൈൽസ് നമുക്ക് ബെഡ്റൂമിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പോലത്തെ ഡിസൈൻസ് കുറച്ചും കൂടി കോസ്റ്റ് കുറവുള്ള ചെറിയ സൈസിലുള്ള ടൈൽസോ അല്ലെങ്കിൽ സെയിം ബ്രാൻഡ് അല്ലാത്ത ടൈൽസോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെഡ്റൂംസിലേക്ക് ചൂസ് ചെയ്യാം. കാരണം ബെഡ്റൂമിൽ നമുക്ക് വാർഡ്രോബും കട്ടിലും ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽസ് ബെഡ്റൂമിൽ ഇടണ്ട. കാരണം നമ്മൾ പകൽ സമയത്ത് ബെഡ്റൂംസ് അടച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗസ്റ്റ് വന്നാലും നമ്മൾ ബെഡ്റൂംസ് ഒന്നും ആരും കാണുന്നില്ല. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലോ സ്റ്റെപ്പിലോ ലിവിങ്ങിലോ ഡൈനിങ്ങിലോ ഒന്നും മുടക്കുന്ന എമൗണ്ട് നമുക്ക് ഒരിക്കലും ബെഡ്റൂംസിലേക്ക് മുടക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങളുടെ ചോയ്സാണ് ഇതെല്ലാം.